നവീകരണം സമൂഹത്തിന്റെ അനിവാര്യത എന്ന വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം നടത്തുന്നതിനായി വിശിഷ്ടാതിഥിയെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാത്രമല്ല ഇത് വരാതിരുന്നാൽ ഉണ്ടാകുന്ന ഒരു വിഷമത്തെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ പ്രഭാഷണം വേണ്ടത്ര നന്നായില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അതിന് ഇഷ്ടഭാവനം അറിയാം. എന്നെക്കൊണ്ട് ആകുന്ന വിധം ഞാൻ സംസാരിക്കാൻ ശ്രമിക്കാം. അതിനെ അതിശയിക്കുന്ന ഇന്ത്യയുടെ ചേർന്ന് ഇന്ത്യ ബാലനോട് ഞാൻ കവിത സമർപ്പിച്ചതിന് നന്ദി പറയുകയാണ്. കവിതയാണ് മാത്രമല്ല പ്രാർത്ഥനാകാലത്തിന് പകരം ആ കവിത എനിക്ക് വളരെ സന്തോഷം തോന്നി. സാധാരണ ഇതിനെ പ്രാർത്ഥനാകാലം പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തുതികൾ പറയുന്ന പ്രാർത്ഥനാകാലങ്ങളാണ് മിക്കവാറും എല്ലാ യോഗങ്ങളിലും ഒരു ഔപചാരികത പോലെ ഉണ്ടാവാറുണ്ട്. അതിലെ പ്രാർത്ഥനാകാലങ്ങളോട് എതിർപ്പുണ്ടായിരുന്നില്ല. ഞാൻ വിശ്വാസിയല്ല, എങ്കിൽ പോലും ഞാൻ മനസ്സിൻ്റെ താല്പര്യം മനസ്സിൽ നിൽക്കാറുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് എഴുതുന്നത് നിലപാടിൻ്റെ ഒരു കവിതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ആരെങ്കിലും വലിയ സന്തോഷം തോന്നി. എന്തായാലും അതിനെ വിജയം പറയട്ടെ. ഇന്ന് ഈ ഗുരുവിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ എനിക്ക് 2 വർഷം കൊണ്ട് ഗുരു വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ കൂട്ടായ്മകൾ, സ്ത്രീകളുടെ സംഘടനകൾ, അത് മലയാളികൾ എന്ന് പറയുന്ന വിഭാഗത്തിനിടയിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം മലനാട്ടിൽ പോയി ജോലി ചെയ്യുന്ന കുടുംബങ്ങൾ അത് നേരത്തെ നമ്മുടെ ഒരു പറഞ്ഞ പോലെ അവരുടെ കാര്യമില്ല. അവരവരുടെ കാര്യങ്ങളിൽ അവരവരുടെ പ്രശ്നങ്ങളിൽ ആണ്ട് മുഴുകി ജീവിത പ്രശ്നങ്ങളിൽ മുഴുകി മറ്റു കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു എന്താ പറയുക സൗകര്യവും സമയമൊന്നും ഇല്ലാതെ ഓട്ടപ്പാച്ചിലായിരിക്കും. ഭയങ്കരമായ സ്ത്രീകളാണ് ജീവിതം. കേരളത്തിലുള്ള സ്ത്രീകളല്ല. മാത്രമല്ല അത്രയും ജീവിത പ്രശ്നങ്ങളുണ്ടാവും. പക്ഷെ എങ്കിലും ഇവിടെ ഇങ്ങനെ ക്രിയേറ്റീവായി ചിന്തിക്കുകയും സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ ഗൗരവമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്. അനീഷിയുടെ എല്ലാവിധ സഹായങ്ങളും എനിക്ക് ഉണ്ടാകും എന്ന് പിന്നെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സിറ്റിയല്ല. ഞങ്ങൾക്ക് ഇവിടെ സുഹൃത്തുക്കളുണ്ട്. ഞാൻ കഴിഞ്ഞ ഗ്രൂപ്പ് ബാംഗ്ലൂർ 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. സ്ത്രീകളുടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു 2 വർഷം മുമ്പാണ് ഒരു വലിയൊരു പരിപാടി, നാഷണൽ വോട്ടർ പ്രിപ്പറേറ്ററിലുള്ള വലിയൊരു പരിപാടി യുവജന സംഘടിപ്പിച്ചു. അതൊക്കെ ഞങ്ങൾ പങ്കെടുക്കുന്നു. അത് ഞങ്ങൾ പങ്കെടുക്കുക മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള ചില കേസുകൾ സംഘടിപ്പിച്ച് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തു. അതായത് സ്ത്രീകൾക്ക് നേരെയുള്ള ഇത് കോർട്ട് ഓഫ് വിമൻ എഗെയിൻസ്റ്റ് ഡൗറി ആൻഡ് ഡൗറി റിലേറ്റഡ് വയലൻസ് കോർട്ട് ഓഫ് വിമൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ പിന്നീട് വിശദീകരിക്കാം. അതൊരു സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പുതിയ രീതിയിൽ കോടതി പോലെ അവതരിപ്പിക്കുന്ന സംഭവമാണ്. അപ്പൊ അതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കുന്നതായിട്ട് തോന്നി. പക്ഷെ ഏതായാലും അങ്ങനെ ബാംഗ്ലൂർ ഞങ്ങളെ സംബന്ധിച്ച ഒരു പുതിയ സിറ്റി അല്ലെങ്കിൽ അവിടുത്തെ മലയാളികളായിട്ടുള്ള കൂട്ടുകാരുടെ കുറവായിരുന്നതാണ്. ഒരു കൂട്ടുകാരുടെ പേരെ ഞാൻ പറഞ്ഞത് അപ്പൂര് പണ്ടത്തോളം കഴിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റ് ആണ് തോന്നുന്നു. ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത്, മലയാളിയാണ്.
ആളുകൾ വരുന്നില്ല. എത്രത്തോളമൊക്കെ ബന്ധപ്പെടാത്തത് എനിക്കറിയില്ല. എങ്കിലും അവരെ ബന്ധപ്പെടണം നന്നായി. കാരണം മാധ്യമപ്രവർത്തന രംഗത്ത് നടത്തുന്ന ഈ പീഡനങ്ങളെക്കുറിച്ചും ഈ വിവേചനങ്ങളെക്കുറിച്ചും ഒക്കെ പിന്നെ കേരളത്തിലെ ഇവിടെ സൗകര്യമായും അതിനുശേഷം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബാലലൈംഗിക പീഡനങ്ങൾ, അതിക്രൂരമായ അതിക്രമങ്ങൾ, ഇത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ വേദനയോടെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയപ്പോഴാണ് ചോദിച്ചാൽ ഞാൻ പറയും സൂര്യനെ മുതലായിരിക്കും അത്തരത്തിലുള്ള സംഭവങ്ങളുടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. സൂര്യനെ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായത്തിൽ വരുന്നത് തോന്നുന്നില്ല. കേരളത്തിലെ ഏറ്റവും അധികം ജനങ്ങളെ മരിച്ച ജനങ്ങൾക്ക് വളരെ നെറ്റിലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു 16 വയസ്സുകാരിയായ ആ പെൺകുട്ടിയെ നേരിടുന്ന സമൂഹത്തിലെ പ്രമുഖർ വലിയ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന വ്യക്തികളുടെ അതിക്രമങ്ങൾ, ചൂഷണങ്ങൾ, സെക്സ് റാക്കറ്റ് സംഭവം അവസാനം എല്ലാം കഴിഞ്ഞ് ഈ പെൺകുട്ടിയെ ഉപയോഗശൂന്യമാക്കിക്കൊണ്ട് അവരുടെ അച്ഛൻ്റെ മുന്നിൽ ചെയ്തു. അങ്ങനെ ജീവശവമായിട്ടുള്ള ഈ കുട്ടിയെ പിന്നെ അവർ ചികിത്സിച്ചെടുത്ത് പിന്നെ അതൊരു കേസായി വളരെയേറെ ചർച്ചാവിഷയമായ ശേഷം പ്രമുഖരായ ചില വ്യക്തികളുടെ പേരുകൾ, ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ ഇതിലേക്ക് ബന്ധപ്പെട്ട് വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം സിമ്പത്തിക്കായിരുന്ന മാധ്യമങ്ങളിലെ ഈ പെൺകുട്ടിയെ മാത്രമല്ല പെൺകുട്ടിയെ കുടുംബത്തെ അമ്മയെ അമ്മൂമ്മയൊക്കെ വളരെ താഴ്ച കഴിഞ്ഞ തുടങ്ങി. ഇങ്ങനെ മാത്രമല്ല ഈ പെൺകുട്ടിയെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിട്ട് പോലീസ് പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടായിട്ടുള്ള ആഘോഷങ്ങൾ ഇതെല്ലാം നമ്മുടെ ചരിത്രത്തിലുള്ളതാണ്. അതിനുശേഷം ഉണ്ടായിട്ട് ഒരുപാട് കേസുകളുണ്ട്. വിപുല സംഭവം, വിപുല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിനെ ഡീറ്റെയിലായിട്ട് കടന്നുവരികയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സെക്സ് റാക്കറ്റ് കേരളത്തിൽ നടന്നിട്ടുള്ള പ്രമുഖ സെക്സ് റാക്കറ്റ് കേസുകൾ അവരുടെയൊക്കെ ആ കേസുകളുടെയൊക്കെ ഇടയിൽ തൻ്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയും സത്യസന്ധമായി കോടതിയിൽ കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു വിധേയവും സാക്ഷിയുമായിട്ട് ബന്ധപ്പെട്ട് വിധേയയുടെ കുട്ടി ഒന്ന് വിധേയയുടെ കേസിലായി വിധേയയുടെ കുട്ടി അതിനുശേഷം വിധേയയുടെ കുട്ടി പിന്നീട് സാക്ഷികളൊക്കെ മൊഴിമാറ്റിയായി നമുക്കറിയാം പല കേസുകളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആ കേസ് വരെ ചരിത്രമാണ് നമുക്ക്. പക്ഷെ ഈ പെൺകുട്ടി ഈ മൊഴി ഉറച്ചു നിന്നിട്ട് പോലും കോടതിയോ പോലീസോ ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം ഈ പെൺകുട്ടിയോട് ഇന്നും നീതി പാലിക്കും. ഇന്നും ആ പെൺകുട്ടി എന്താ പറയുക വലിയ കഥാകാരിയാണ് ജയിച്ചിരിക്കുമാറുടെ കാര്യം അതിനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല ജയിച്ചു പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ സമ്മതത്തോടെയാണോ അല്ലയോ എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ പറ്റിയില്ല എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ 90 മുതലുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെക്സ് റാക്കറ്റുകളുടെ ഒരു വേദിയായിട്ടാണ് 1 by 1 നമ്മൾ കാണുന്നു. പലതരത്തിലുള്ള ആളുകൾ പല പ്രമുഖരായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ നേതാക്കൾ, IAS ഉദ്യോഗസ്ഥർ, വലിയ പണക്കാർ, ഇങ്ങനെയൊക്കെ പല ആളുകൾ മുന്നോട്ടായിട്ടുള്ള സെക്സ് റാക്കറ്റുകളുടെ ഒരു വേദിയായിട്ട് തന്നെ കേരളത്തിൽ ഈ കാലഘട്ടത്തിലുണ്ടാകും. അതിനെതിരായുള്ള പ്രതിഷേധങ്ങൾ വലുതും ചെറുതുമായിട്ടും പലയിടത്തും ഉണ്ടായെങ്കിലും ഇന്നത്തെ അവസ്ഥ എന്നാണ് ഭരണ സംവിധാനം പോലീസോ കോടതിയോ രാഷ്ട്രീയ നേതൃത്വമോ ഇത്തരം കേസുകളോട് നിലപാട്. ഞാനിപ്പോൾ ഇതിൽ വലതുപക്ഷത്തെയും ഇടതുപക്ഷത്തെയും ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ചില പോലെ നേതാക്കൾ നമ്മുടെ ഇത്തരം കേസുകൾ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ CPIയുടെ ഒരു വലിയ സാധാരണ അടികളും ചെറിയ നേതാക്കളും
ഈ കേസിനോട് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് ഒരുപാട് നമ്മൾക്ക് അറിയാമെങ്കിൽ 2 വർഷമാണെങ്കിലും 4 വർഷമാണെങ്കിലും ഇത്തരം കേസുകളോട് നിലപാട് അങ്ങേയറ്റം അപഹാസ്യമാണ്. അങ്ങേയറ്റം ഇതിനൊക്കെ പുറകിൽ വലിയ